പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പോത്തുംകുടന്മാർ ചെറിയ വീഡിയോ കേട്ടോ. അവർക്കുള്ള ഫ്രൂട്ട്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്നാട്ടോ എടുത്തത്. അത് 3 കടയിൽ നിന്നും കൂടി 3 ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്നും കൂടി കിട്ടിയ വേസ്റ്റ് ആട്ടോ. വേസ്റ്റ് എന്ന് അറിയാല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിട്ടുന്നുണ്ട്. പോത്തുംകുടന്മാരെ കുളിപ്പിക്കാൻ പോകും കേട്ടോ. രാവിലെ കൊടുത്ത ഫ്രൂട്ട്സിൻ്റെ ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവരെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പുല്ലിട്ട് കൊടുക്കണേ. സഹായിക്കുമ്പോൾ വൈഫുണ്ട് കേട്ടോ, സരിയാനും ഒക്കെ സഹായിക്കട്ടോ. 2 നേരമാട്ടോ കുളിപ്പിക്കുക, രാവിലെയും അതേപോലെ തന്നെ ഒരു 2:30-3 മണി ആ ടൈമിലാട്ടോ കുളിപ്പിക്കല്. രാവിലെ നല്ലോണം ഒന്ന് തേച്ച് കുളിപ്പിക്കൂ, പിന്നെ വൈകുന്നേരം ഈ ടൈമിൽ അങ്ങനെ തേച്ച് കഴുകല്ലോ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളത്തിൽ കൊണ്ടുപോയി കെട്ടണമെന്നോ, അതേപോലെ നമ്മളെ വീടിൻ്റെ അടുത്ത് അങ്ങനെ പുഴ അതേപോലെ തന്നെ വയല് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകണോ, ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്താട്ടോ പുഴേൻ്റെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ വയലുണ്ട്, പക്ഷേ വയലിപ്പോൾ വെള്ളം കുറവാണ്, വെള്ളമില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം എന്നാട്ടോ പറയുന്നത്. പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ട്, അല്ല പുഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി കെട്ടാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് 2 നേരം വെള്ളം ഇങ്ങനെ അടിച്ചിടുന്നുണ്ട് കേട്ടോ, നല്ലോണം വെള്ളം അടിച്ചിടുന്നുണ്ട്. അപ്പോൾ നിർബന്ധം ഉണ്ടോ അറിയില്ല, വെള്ളത്തിൽ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് പറയും കേട്ടോ. ചുവടിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇങ്ങനെ ചളി പിടിച്ചെടുക്കുന്നുണ്ട്, അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ചുവടിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാം കേട്ടോ. ചെറുങ്ങനെ നനച്ചിട്ടാട്ടോ തുണി. അപ്പോൾ വലിയ ചളി കാര്യങ്ങളൊന്നുമില്ല, അയച്ചാൽ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന കേട്ടോ. നമ്മൾ ചുവടൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരാളെ കൊണ്ടുപോയി കുളിപ്പിച്ച് കെട്ടിയിട്ടുണ്ട്. 2ാമത്തെ ആളത് അവിടെ നിന്ന് കുളിപ്പിക്കാം കേട്ടോ. ആ കുളിപ്പിച്ചിട്ട് പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോത്തുംകുട്ടന്മാർക്കുള്ള ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നാരങ്ങേൻ്റെ തൊലി കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ തൊലി നമ്മൾ പശുവിന് കൊടുക്കുക. അപ്പോൾ വത്തക്ക, പൈനാപ്പിള്, സാധാ റോബസ്റ്റ് പഴത്തിൻ്റെ ഒക്കെ ആട്ടുള്ളൂ. നാരങ്ങ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് നമ്മൾ പോത്തുംകുട്ടികൾക്ക് കൊടുക്കാൻ പോകാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് നമ്മൾ പോത്തുംകുട്ടികൾക്ക് കൊടുക്കാൻ പോവാണേ. ഇതിലേക്ക് അരിത്തവട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിത്തവട് വെള്ളത്തിലിട്ടിട്ട് കുടിക്കലില്ല, അപ്പോൾ അതുകൊണ്ട് അരിത്തവട് ഫ്രൂട്ട്സിൽ മിക്സാക്കുക കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ അരിത്തവട് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് കാര്യമാക്കലുണ്ട് കേട്ടോ. അങ്ങനെ പോത്തുകുട്ടികൾ അവിടെ നിന്ന് അയച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ഓട്ടയ്ക്കും അടുത്ത ആളും കൂടി വരുന്നുണ്ട്. അപ്പോൾ 2 കൂടി ഒരുമിച്ചാട്ടോ കഴിക്കാറ്. അപ്പോൾ നമ്മളെ അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ബൈ.